ജൂൺ 19 PN പണിക്കരുടെ ചരമദിനമായ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ ദിനത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് വായനാശീലം വളർത്തിയെടുക്കാനായിട്ട് വലിയ പങ്കുവഹിക്കുന്ന ടെൻസിനെ പോലുള്ള ആളുകൾ ഈ പ്രദേശത്ത് ഈ ഷെൽട്ടറിനോടൊപ്പം തന്നെ മനോഹരമായ രീതിയിൽ ഒരു വായനശാല തന്നെ സഞ്ചരിക്കുന്ന ഒരു വായനശാല എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തനം തുടങ്ങിയാണ്. ബസ് സ്റ്റോപ്പിൽ വരുന്നവർക്ക് ബസ് കാത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗ്യാപ്പില് പുസ്തകം വായിച്ച് വളരും, അല്ലെങ്കിൽ പുസ്തകം വായിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും നമുക്കില്ല, അങ്ങനെ നടക്കൂല. പക്ഷെ ഇതൊരു പ്രചോദനമാണ്. ലോക വായനാ ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു ബസ് സ്റ്റോപ്പിനകത്ത് ഒരു വായനശാല അല്ലെങ്കിൽ ഒരു പുസ്തകം കുറച്ച് കൊണ്ടുവന്ന് അത് അവിടെ ഇരിക്കുമ്പോൾ വായിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമുക്കിത് ഈ ഭാഗത്ത് ഉന്നതിയാണ്, ഓക്കെ സെന്റർ ഉന്നതിയാണ്. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, വീട്ടിലേക്ക് കൊണ്ടുപോയി വായിക്കാം. ഇവിടെ പേര് എഴുതുക, എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എപ്പോഴെങ്കിലും അത് തിരിച്ചു കൊണ്ടുവരാം. ഒരു നിർബന്ധമോ ഒരു കാവലോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരിക്കില്ല. പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ പുസ്തകം ഇഷ്ടമില്ലാത്ത, വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഇത് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലല്ലോ, അത് കൊണ്ടുപോയില്ല. പുസ്തകം വായിക്കുന്നവരോ കള്ളനാവാൻ ആഗ്രഹിക്കില്ല. പ്രിയപ്പെട്ടവരെ, നല്ല നമസ്കാരം. നിങ്ങളീ കാണുന്നത് നമ്മുടെ അതിരപ്പള്ളി സംസ്ഥാന പാതയിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. വേളൂക്കര എത്തുന്നതിന് മുൻപ് സായിവിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് വായനശാലയായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. അക്കഥയാണ് ഈ വായനാ ദിനത്തിൽ ജെഫേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വായനാ ദിനം. PN പണിക്കരുടെ ഓർമ്മദിനമാണ് ഇന്ന്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച PN പണിക്കരുടെ ഓർമ്മദിനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഓരോ ചെറിയ ഗ്രന്ഥശാലകൾ ഉണ്ടാവണം. എൻ്റെ വീട്ടിലുമുണ്ട് ഒരു നല്ല ഗ്രന്ഥശാല. പ്രളയത്തിൽ പോലും നശിച്ച് പോയ പുസ്തകങ്ങൾ കഴുകിയെടുത്ത് ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ലൈബ്രറി. ഇന്നത്തെ വാർത്ത ഇതൊന്നുമല്ല. നമ്മൾ ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ കണ്ടിട്ടുണ്ടാവും. ബസ് സ്റ്റോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നതിനേക്കാൾ ഉപരി അത് ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. സംഭവം നടക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ സായിവിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. സായിവിൻ്റെ സ്റ്റോപ്പിലേക്ക് ഇന്ന് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും. സാധാരണ ബസ് സ്റ്റോപ്പുകളിൽ ഇങ്ങനെ ഈ വളഞ്ഞ കമ്പിയൊക്കെ വെച്ച് ഇരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ഈ ആധുനിക ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാകുക. പക്ഷേ ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള VM ടെൻസൻ എന്നും വ്യത്യസ്തതകളുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണ്. വ്യത്യസ്തതകളുടെ പിന്നാലെ പോയി വ്യത്യസ്തമായ സമരങ്ങൾ ചെയ്യുന്നു. അതുമാത്രമല്ല വ്യത്യസ്തമായ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്നും ഉടലെടുത്ത, എന്നാൽ അതിനുവേണ്ട മുഴുവൻ സഹകരണങ്ങൾ നൽകിയ പർദീസ റിട്ടയർമെൻറ്റ് ലിവിംഗ് ഹോംസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. സംഭവം ബസ് സ്റ്റോപ്പ് ഒരു വായനശാലയായിട്ട് തീർന്നിരിക്കുന്നു. നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന് ബസ് കാത്ത് ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു പുസ്തകം വായിക്കാം. അങ്ങനെ ബസ് കാത്തിരിക്കുന്ന സമയത്ത് മാത്രം പുസ്തകം വായിക്കുക എന്നുള്ളതല്ല. പുസ്തകം വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവിടെ ഉള്ള രജിസ്റ്ററിൽ എഴുതി വെച്ച് ആ പുസ്തകം നമുക്ക് കൊണ്ടുപോകാം. അവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. MTയുടെയും OV വിജയൻ്റെയും അങ്ങനെ നിരവധിയായിട്ടുള്ള കഥാകൃത്തുക്കളുടെയും ഒക്കെ പുസ്തകങ്ങൾ അവിടെ നമ്മൾ കാത്തിരിക്കുന്നു. ഒരു ഷെൽഫിൽ, മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഷെൽഫിൽ. കേരളത്തിൽ എവിടെയാണ് ഇതുപോലത്തെ ഒരു ബസ് സ്റ്റോപ്പ് കാണാൻ സാധിക്കുക? ആശയങ്ങളുള്ള ജനപ്രതിനിധികളുടെ ഉള്ളിൽ നിന്നും വരുന്ന ചില നല്ല തീരുമാനങ്ങൾ. വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വായന നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ പുസ്തകത്തിൻ്റെ അച്ചടി മണമുള്ള നല്ല മനോഹരമായ പുറഞ്ചോട്ടയോടുകൂടിയ പുസ്തകങ്ങൾ കയ്യിലെടുത്ത് വായിക്കുമ്പോഴുള്ള സുഖം വേറെയുണ്ടോ? പക്ഷേ അത്തരത്തിൽ പുസ്തക വായനയ്ക്കുള്ള സമയവും മറ്റു കാര്യങ്ങളും ഇന്ന് ഈ കാലഘട്ടത്തിലില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു സമൂഹത്തെ വായനയിലേക്ക് അടുപ്പിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച PN പണിക്കരുടെ ഓർമ്മ നിലനിർത്തുന്ന വായനാ ദിനത്തിൽ പരിയാരം ഗ്രാമപഞ്ചായത്തിൽ മറ്റൊരു വ്യത്യസ്തമാർന്ന ആശയം കൂടി ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഇവിടെ വന്നിരുന്ന് ബസ് സ്റ്റോപ്പിലിരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്നു, പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരു വായനശാലയായി മാറുന്നു, സാംസ്കാരിക കേന്ദ്രമായി മാറുന്നു. ഇങ്ങനെയാവണം ജനപ്രതിനിധികൾ. ആശയമുള്ളവരായിരിക്കണം. നന്ദി, നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇതുപോലൊരു ബസ് സ്റ്റോപ്പ്, വായന ബസ് കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ വായനയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ബസ് സ്റ്റോപ്പ് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരു 2 കൊല്ലം മുമ്പാണ് ഇതിലെ പ്രതീക്ഷ എന്നുള്ള ആശയമായിട്ട് പോകുമ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ലോങ് ടൈം കാര്യം ചെയ്യാന്ന് പറഞ്ഞ് മനോജേട്ടനെയും വിഷ്ണു ചേട്ടനെയാണ് ആദ്യമായിട്ട് സമീപിക്കുന്നത്. അവരാണ് നമ്മളെ ടെൻസൻ ചേട്ടനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ടെൻസൻ ചേട്ടനാണ് ഒരു ചെറിയൊരു ആശയത്തെ ഒരു വായനാ ദിനത്തിന് മുന്നേ ഇങ്ങനെ ഒരു ലൈബ്രറി കൂടി ഇവിടെ ചെയ്ത് ഇങ്ങനെ ഒരു വലിയൊരു ആശയമാക്കിയത് ടെൻസൻ ചേട്ടനാണ്.